എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രാചാരമായി കണക്കാക്കുന്ന പടയണി കാണുവാനാണ്. കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് നേരിട്ട് അനുഭവിക്കുക എന്നുള്ളതാണ് ശരി. അത്ര മനോഹരവും വർണ്ണ ശബ്ദപ്രധാനവുമാണ് പടയണി. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ കോട്ടാങ്ങൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് വർഷാവർഷം ഇത് നടന്നു വരുന്ന ഒരിടം. പത്തനംതിട്ടയിൽ തന്നെ മറ്റു ചില ക്ഷേത്രങ്ങളിൽ കൂടി പടയണി നടക്കാറുണ്ട്. ഉത്സവത്തിൻ്റെ അവസാനത്തെ 8 ദിവസങ്ങളിലായി 2 കരക്കാർ, അതായത് കുളത്തൂർ കരയും കോട്ടാങ്ങൽ കരയും മത്സരിച്ചാണ് പടയണി നടത്താറ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടാങ്ങൽ കരയുടെ ഗണപതിക്കോലമാണ്. വടക്കൻ കേരളത്തിൽ തെയ്യമെന്ന പോലെ മധ്യ കേരളത്തിലെ പമ്പാനദിയിലും അതിൻ്റെ കൈവഴികളിലും തീരത്ത് നിലനിന്നിരുന്ന ജനതയുടെ അനുഷ്ഠാന കലയാണ് പടയണി അല്ലെങ്കിൽ പടയണി. കാലഗണനകൾക്ക് അതീതമാണ് കോട്ടാങ്ങൽക്കാവും അവിടുത്തെ പടയണി അനുഷ്ഠാനവും. കാർഷിക സമൃദ്ധിയുടെ പഴയകാലത്ത് വിളവെടുപ്പിനോടനുബന്ധിച്ച് നാട്ടുകാർ കാവുകളിൽ ഒത്തുകൂടിയിരുന്നു. അവർ അവരുടെ ആത്മസമർപ്പണമായി നാടിൻ്റെ ഉടയവളും സർവ്വ സൗഭാഗ്യങ്ങൾക്കും കാരണക്കാരിയുമായ ദേവിക്ക് മുന്നിൽ അവതരിപ്പിച്ച ആചാരമാണ് പടയണി എന്ന അനുഷ്ഠാന കലയായി രൂപപ്പെട്ടത്. ദാരികാസുര വധത്തിന് ശേഷം ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിനായി ശിവൻ്റെ ഭൂതഗണങ്ങൾ കോലം കെട്ടിയാടിയെന്നും അത് കണ്ട് ദേവി സംപ്രീതയായി എന്നുമാണ് പടയണിക്ക് പിന്നിലെ ഐതിഹ്യം. ധനുമാസത്തിലെ ഭരണി നക്ഷത്രം മുതൽ മകരമാസത്തിലെ ഭരണി നക്ഷത്രം വരെ 28 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വിപുലമായ ആഘോഷമാണ് കോട്ടാങ്ങൽ പടയണി. പ്രകൃതിയോട് ചേർന്നു നിൽക്കുന്ന കലയാണ് പടയണി. പ്രകൃതിയിൽ നിന്നെടുത്ത് പ്രകൃതിയിലേക്ക് തിരികെ നൽകുന്ന തരത്തിൽ പടയണിയെ രൂപപ്പെടുത്തിയിരിക്കുന്നു. കവുങ്ങിൻ്റെ പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ ചാലിച്ചെടുത്താണ് വിവിധ പടയണിക്കോലങ്ങൾ ചമച്ചൊരുക്കുന്നത്. തപ്പ് എന്ന വാദ്യമാണ് പടയണിയുടെ നാദം. 5 തരം തടികൾ ചേർത്തുണ്ടാക്കുന്ന വളയത്തിൽ എരുമയുടെ തോല് പൊതിഞ്ഞാണ് തപ്പ് നിർമ്മിക്കുന്നത്. അഗ്നിക്ക് മുന്നിൽ വെച്ച് ചൂടാക്കിയെടുത്താണ് തപ്പ് കൊട്ടുന്നതിനായി പരുവപ്പെടുത്തിയെടുക്കുന്നത്. എത്ര വിവരിച്ചാലും തീരാത്ത വിധം കണ്ണിനും കാതിനും മനസ്സിനും സന്തോഷവും അത്ഭുതവും ജനിപ്പിക്കുന്ന ഒന്നാണ് പടയണിയുടെ ഓരോ ചടങ്ങുകളും. ഇന്ന് കോട്ടാങ്ങൽ ഭഗവതിക്ക് മുന്നിൽ വട്ടമിണക്ക് എന്നറിയപ്പെടുന്ന തപ്പുമേളത്തോടെയാണ് ഗണപതിക്കോല ദിവസം പടയണി ആരംഭിക്കുന്നത്. ഗോത്രകാലത്ത് വെളിച്ചമായി ഉപയോഗിച്ചിരുന്ന ഉണങ്ങിയ തെങ്ങോല കൊണ്ടുള്ള ചൂട്ടുകറ്റകളും ചൂട്ടുമാണ് ഈ കലാരൂപത്തിൻ്റെ അഗ്നിയും വെളിച്ചവും നൽകുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർ ഈ കലാരൂപത്തെ നേരിൽ കണ്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ ഈ കലാരൂപം അരങ്ങേറുന്ന നാട്ടിലുള്ളവരെ ഉദ്ദേശിച്ചല്ല ഞാനിത് പറയുന്നത്. ആ നാടിന് വെളിയിലുള്ളവർ അവിടെ പോയി കണ്ടവരിൽ ആരൊക്കെയുണ്ട് എന്നറിയാനാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമയിൽ പടയണിക്കൊരു പ്രധാന സ്ഥാനം തന്നെയാണുള്ളത്. ഇനിയും അതിനെക്കുറിച്ച് അറിയാത്ത മലയാളികൾക്കായിട്ടാണ് ഈ വീഡിയോ. മാത്രമല്ല, ഇന്ന് 2025 ജനുവരി 31 ഇന്ന് നടക്കുന്ന ഗണപതിക്കോലം എന്ന പരിപാടിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അടുത്ത മാസം, അതായത് ഫെബ്രുവരി 4 തീയതി വരെ ഓരോരോ ചടങ്ങുകളായി പടയണികൾ ഇവിടെ ഇനിയും അരങ്ങേറുന്നുണ്ട്. അടവിയും വലിയ പടയണിയുമൊക്കെ ഇനിയും വരുന്ന ദിവസങ്ങളിലാണ്. അതൊക്കെ കാണാനും ആസ്വദിക്കാനും ആഗ്രഹമുള്ളവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. അത് ആരും മിസ്സാക്കരുത് എന്നൊരിക്കൽ കൂടി പറയുകയാണ്. ഇത് കോട്ടാങ്ങൽ ദേശത്തിൻ്റേതെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മൊത്തം അഭിമാനകരമായ ഒരു അനുഷ്ഠാന കലയാണ്. കാണാത്തവർ ഉറപ്പായും അത് കാണാൻ ശ്രമിക്കണം.
ഈ ഉത്സവകാലത്ത് പടയണിക്കോലങ്ങൾ ആദ്യമായി കളത്തിലെത്തുന്നത് ഈ ദിവസമാണ്, അതായത് ഗണപതിക്കോല ദിവസം. വട്ടമിണക്ക് എന്ന തപ്പുമേളം കഴിഞ്ഞ് ഭഗവതിക്ക് വലത്തുവെച്ച് ആർപ്പുവിളികളോടെ തപ്പിൻ്റെയും കൈമണിയുടെയും അകമ്പടിയോടെ ചുറ്റുകട്ടകൾ തെളിക്കുന്ന പ്രകാശത്തിൽ കോലങ്ങൾ കളത്തിലേക്ക് വരികയായി. പഞ്ചകോലങ്ങളായ യക്ഷി, പക്ഷി, മറുത, മാടൻ, പിശാച് എന്നിവയാണ് ഗണപതിക്കോലം എന്നറിയപ്പെടുന്നത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭൂതിയാണ് ഇത് നേരിൽ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക.
ഗണപതിക്കോലം ആടിത്തിമർത്ത് കണ്ണിലും കാതിലും മനസ്സിലും അനുഗ്രഹം നിറച്ച് അടുത്ത ദിവസത്തെ വരവിനായി മടങ്ങുന്നു. അടവിയും വലിയ പടയണിയും ഒക്കെ നടക്കാനിരിക്കുന്നു. അതിൻ്റെ അതിമനോഹരമായ കാഴ്ചകളുമായി ഇമ്പമാർന്ന പടയണി പാട്ടുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ കലാരൂപത്തെ കഴിയുന്നത്ര എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭംഗിയും ചിട്ടയും ഇന്നും കാത്ത് സൂക്ഷിക്കുന്ന ഇത്തരം ആചാരങ്ങൾ എല്ലാവരിലും എത്തട്ടെ. വരാൻ കഴിയുന്നവരൊക്കെ എപ്പോഴെങ്കിലും ഈ മനോഹരമായ ദൃശ്യവിരുന്നിനായി എത്തിച്ചേരാനും ശ്രമിക്കണം. പടയണിയുടെ ബാക്കി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.